പ്രജിതേ, ഈ ആസാമിൻ്റെ മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം പിന്നെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി യൂനിസിന് നമ്മുടെ ഒരു മാപ്പ് കാണിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. എന്താണ് ശരിക്കും അത്? മാപ്പ് കാണിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബംഗ്ലാദേശിൻ്റെ ഒരു മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അദ്ദേഹം ആദ്യം ഒരു സൂചന പോലെ ഇട്ടു. പക്ഷേ ഇന്നലെ, എനിക്ക് തോന്നുന്നു ഇന്നലെ അദ്ദേഹം അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മാപ്പായിട്ട് സഹിതം എല്ലാം മനസ്സിലാകുന്ന കണക്കിന് ഇട്ടു. അത് ചേട്ടൻ പറഞ്ഞതുപോലെ യൂനസിനുള്ള മറുപടി തന്നെയാണ്. യൂനസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചൈന സന്ദർശനവുമൊക്കെയായി ബന്ധപ്പെട്ട് യൂനസ് അവിടെ പോയി നിന്നിട്ട് പല കാര്യങ്ങളുമൊക്കെ നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ നെക്ക് എന്ന് വിളിച്ചു പറയും. അപ്പൊ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് അവർക്ക്, അതായത് നമുക്ക് ഭീഷണിയല്ല, അവർക്കാണത് ഭീഷണി കിട്ടാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അതിലെ ഓരോ ഭാഗവും വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ആ ഒരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. വേണമെങ്കിൽ ആ ഭാഗത്തെ ഒരു അമിത്ഷാ അദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചാണക്യനാണ്. അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അമിത്ഷായ്ക്ക് കണക്കായിട്ടുള്ള ചാണക്യ ബുദ്ധി അതെ, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് അദ്ദേഹത്തെ കൊണ്ട്, ഹിമന്ത ബിശ്വ ശർമ്മയെ കൊണ്ട് പറയിപ്പിച്ചതാകാം, അല്ലെങ്കിൽ അദ്ദേഹം സ്വയമേവ പറഞ്ഞതായിരിക്കും. എന്താ തന്നെയായാലും ഇത് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന യൂനസ് സത്യത്തിൽ ഇതുവരെ ബംഗ്ലാദേശിന്റെ ഒരു മാപ്പ് ശരിക്ക് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതെ, അത് നമ്മൾ ഒരു മാപ്പ് കണ്ട ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വരും വരാഴികകൾ എന്താണ്, ഇവിടെ എന്തെല്ലാം വിഷയം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അധികാരപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോ ഇത് വെറുതെ എവിടെ എന്തൊക്കെയുണ്ടെന്ന് പോലും അറിയില്ല. ഇന്നലത്തെ കൊണ്ട് മിക്കവാറും ഈ പറയുന്നത് പോലെ യൂനസ് മാപ്പ് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞത് വിഴുങ്ങേണ്ടി വരുമോ? ഇനി അവിടെ നിക്കക്കളിയില്ല യൂനസിന് അവിടെ നിക്കക്കളിയില്ല. കാരണം യൂനസിനെ സംബന്ധിച്ച് അവിടെ മിലിറ്ററി പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 31 മുമ്പ് ഇലക്ഷൻ നടത്തണം, ഇല്ലെങ്കിൽ ഭരണം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് സൈന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിലിറ്ററി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂനസിന് ഇത് എങ്ങനെയെങ്കിലും നിലനിർത്തണം. യൂനസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം, യൂനസിനെ പിന്താങ്ങുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പൊ അവരുടെ വിവരം എന്തോരത്തോളം ഉണ്ട് അതെ, കെട്ടിയിറക്കിക്കൊണ്ടിരുത്തിയതാണ്. അല്ലാതെ ഈ നൊബേൽ പ്രൈസ് വിന്നറാണ് എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഡിസംബർ 31 മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറയും. യൂനസ് ആദ്യം പറയുന്നു ഞാൻ രാജിവെക്കാം, പിന്നീട് പറയുന്നു അത് മാറ്റാണ്, ഞാൻ രാജിവെക്കുന്നില്ല, നമുക്ക് പിന്നെ വേഗം തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് പറയുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ ജമാഅത്തെ ഒരു മതപണ്ഡിതനെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു. ഇതെല്ലാം കൊണ്ടുവരുന്നു. ആ സമയത്ത് സൈന്യം പറഞ്ഞു പോടാ വീട്ടിൽ പോടാ, ഇതൊന്നും ഇവിടെ നടക്കൂല, ഇനി ഇങ്ങനെ ഒരു കാര്യത്തിന് ഇവിടത്തേക്ക് മതത്തിന്റെ സ്റ്റൈലിലേക്ക് ആ ഒരു രീതി നിങ്ങൾ കൊണ്ടുവരണ്ട, അത് നടക്കില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് മറ്റൊരു വിപ്ലവം ഉണ്ടാവാൻ അതുവഴി മതിയല്ലോ അല്ലേ, വീണ്ടും ഒരു വിപ്ലവം ഉണ്ടാവാൻ അത് മതിയല്ലോ. അതെ. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. ഇത് ഈ ഹിമന്ത ബിശ്വ ശർമ്മ ബംഗ്ലാദേശിന്റെ മാപ്പ് പങ്കുവയ്ക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ഒരു മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഏതാണ്ട് നമ്മുടെ ഈ കക്ഷത്തിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ചുറ്റിനും നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും പിന്നീട് താഴേക്ക് കടലുമാണ്. ഈ കടൽ ആണെങ്കിൽ പോലും ഇവരുടെ 2 ചിക്കൻ നെക്ക് ഉണ്ട്. ഒന്ന് മുകളിൽ സിലിഗുരി ചിക്കൻ നെക്ക്, താഴെ മറ്റൊന്നുണ്ട്. ഈ 2 സംഭവമാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് പൂട്ടിക്കെട്ടാൻ പറ്റും. തീർച്ചയായിട്ടും നിസ്സാരമായിട്ട് പൂട്ടിക്കെട്ടാൻ പറ്റും. അത് ഏത് രീതിയിൽ പോയാലും സത്യത്തിൽ ഇത് ബാധിക്കുക, ഈ ചിക്കൻ നെക്കെ എന്ന് പറയുമ്പോൾ ഇത് പൂട്ടിക്കെട്ടിട്ടുണ്ടെങ്കിൽ ബാധിക്കാൻ പോകുന്നത്
ബംഗ്ലാദേശിനെ തന്നെയായിരിക്കും. ബംഗ്ലാദേശിൽ നമുക്ക് ബംഗ്ലാദേശിനോട് പ്രത്യേകിച്ചൊരു വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മുടെ ആളുകൾ, അതായത് നമ്മുടെ ആ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെയൊക്കെ ബന്ധുക്കളൊക്കെ ബംഗ്ലാദേശിലുണ്ട്. അത് മാത്രമല്ല, ഈ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത് ഇന്ത്യയും കൂടെ ഇടപെട്ടല്ലേ? അതെ, അത് ഇടപെട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതെ, പക്ഷേ നമുക്ക് പാകിസ്ഥാനോടുള്ള ഒരു അകൽച്ച, ആ അകൽച്ച ഒരിക്കലും ബംഗ്ലാദേശിനോടില്ല. ബംഗ്ലാദേശിനോട് നമ്മൾ ഒരിക്കലും അത് കാണിച്ചിട്ടില്ല. അപ്പോൾ കാരണം ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ ഇതായ ആൾക്കാരുണ്ട്. ബംഗ്ലാദേശ് ഒരു എന്താ പറയാ, വളരെ അടുത്ത ഷെയ്ഖ് ഹസീനയൊക്കെ ആയിരുന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ അടുത്തിടയ്ക്ക് കിടന്ന കലാപത്തിലെ ഷെയ്ഖ് ഹസീനയെ നമ്മളാണ് അഭയം കൊടുത്തത്. അതെ, അഭയം കൊടുത്തത് നമ്മളാണ്. അത് അവിടെ നിന്ന് അവരുടെ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സൈനിക മേധാവി എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു വഴിയൊരുക്കി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിലേക്ക് നമുക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നത് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഭീഷണിപ്പെടുത്താൻ വരണ്ട എന്നുള്ളതാണ്. 2 ചിക്കൻ നെക്കാണ്. അപ്പോൾ ആദ്യത്തേലുള്ളത് ചിറ്റഗോങ് ഇടനാഴി വരെയുള്ള ആ ചിക്കൻ നെക്കിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഈസിലി അത് മുറിക്കാൻ പറ്റും. നമ്മുടെ സിലിഗുരി ഇടനാഴിയേക്കാളും വളരെ ചെറുതാണ് ഈ പ്രദേശം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കുറവാണ്. അപ്പോൾ ഇത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ബംഗ്ലാദേശ് പട്ടിണിയിലാകും. കാരണം അവരുടെ ഒരു സാമ്പത്തിക ഇടനാഴിയാണിത്. അപ്പോൾ ചിറ്റഗോങ് തുറമുഖം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചരക്ക് ഗതാഗതം, അതായത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇത് മുടങ്ങും. മറ്റൊന്നാണ് നമ്മുടെ സിലിഗുരി. അപ്പോൾ ഡാക്കിൻ ദിനാജ്പൂരിനും സൗത്ത് വെസ്റ്റേൺ ഗാരോ കുന്നുകൾക്കൊക്കെ ഇടയിലുള്ളതാണ് ഈ പറയുന്ന സംഭവം ഉള്ളത്, സിലിഗുരി ഉള്ളത്. അതിനൊരു 80 കിലോമീറ്റർ നീളമുണ്ട്. വടക്കൻ ബംഗ്ലാദേശ് ഇടനാഴി എന്നൊക്കെ അത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്ത് പ്രശ്നവും റംഗ്പൂർ ഡിവിഷനെയും മുഴുവൻ ബംഗ്ലാദേശിനെയും ഒറ്റപ്പെടുത്തും. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഈ 2 തരത്തിൽ ബംഗ്ലാദേശിനെ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അവർക്ക് എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ കയറ്റുമതി ഇറക്കുമതി വിഷയമൊക്കെ വരും. ആ ചിറ്റഗോങ്ങുമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ 2 ഇടനാഴി ആണെങ്കിലും 2 ഇടനാഴികളിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും പാളും. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ഈ യൂനസ് ബംഗ്ലാദേശിന്റെ മാപ്പ് ശരിക്കും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണെന്ന് വെറുതെ അതെ, ചൊറിഞ്ഞു വാങ്ങുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അവിടെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ ബംഗ്ലാദേശ് ഇന്ത്യ ഏറ്റെടുക്കും, അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഏറ്റെടുക്കും എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. അതിൻ്റെ പ്രധാനമായിട്ട് ഈ റംഗ്പൂർ ഡിവിഷനുമായി ബന്ധപ്പെട്ടുള്ള തൊട്ടടുത്ത പ്രദേശമൊക്കെയാണ് ഈ റംഗ്പൂർ, അതായത് ഇന്ത്യൻ ചിക്കൻ നെക്കിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയാണ് ഈ പറയുന്ന റംഗ്പൂർ ഡിവിഷനിലുള്ള സിലിഗുരിയുടെ ഭാഗമായിട്ടുള്ള ഇടനാഴി. അപ്പോൾ അത് വേണം ഇന്ന് വെട്ടിയെടുത്തോ എന്ന് പറഞ്ഞ് നമുക്ക് താലത്തിൽ വെച്ച് തരുന്നത് പോലെയാണ് അവിടുത്തെ ഒരു അവസ്ഥ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടേക്ക് അവിടെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ മൈഗ്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഹിമന്തയുടെ മാപ്പിലൂടെ റംഗ്പൂർ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്യാം, വേണമെങ്കിൽ ചിറ്റഗോങ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചരക്ക് ഗതാഗതമൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ മുടങ്ങുകയും ചെയ്യും. ഈ ചിറ്റഗോങ്ങിൽ സ്വതന്ത്ര ചിറ്റഗോങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രക്ഷോഭം ഈ അടുത്ത കാലത്തല്ല നേരത്തെയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്കോണിലെ സ്വാമിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പിന്നീട് റിലീസ് ചെയ്യുന്ന വിഷയമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതേ സമയത്ത് ഇവർ നോക്കുമ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊന്നും ഇന്ത്യയോട് യുദ്ധം ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അവരെ നിങ്ങളൊന്ന് ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ചിറ്റഗോങ് ഏറ്റെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ ആ ജനങ്ങൾ നമ്മളോട് ചേരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. ഈ ബംഗ്ലാദേശിന് സൈന്യത്തിനും കൃത്യമായിട്ട് അറിയാം, എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം നമ്മൾ പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന അതേ സമയത്ത് ഇപ്പുറത്തെ വശത്ത് തീസ്ത പ്രഹാർ, അത് നമ്മൾ ഒരിക്കൽ സംസാരിച്ചിരുന്നതാണ്. തീസ്ത പ്രഹാർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം കൂടി നടത്തുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടാങ്കുകളും പിനാക്കയും എല്ലാം കൊണ്ടുവന്ന് ഇട്ട് ഇതെല്ലാം നടത്തുമ്പോൾ തന്നെ ബംഗ്ലാദേശി സൈന്യത്തിൻ്റെ മുട്ട് വിറച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അറിയാം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ പാകിസ്ഥാനെയും ചൈനയെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഈ സൈന്യത്തിന് അറിയാൻ ജനങ്ങൾക്ക് അറിയാം. യൂനസ് അത് കേൾക്കാത്തത് യൂനസിന് പിന്നിൽ ജമാഅത്തെ പോലുള്ള സംഘടനകൾ ഈ ജമാഅത്തെ സംബന്ധിച്ചിട്ട് മുസ്ലിംസ് തന്നെ അവിടെയുള്ളവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഡ്ഢികളുടെ സംഘടന എന്നുള്ളതാണ്. കാരണം ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഈ പറയുന്ന തരത്തിലാണെങ്കിൽ ചിറ്റഗോങ്ങിലെ ആളുകൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അവിടെ ഹൈന്ദവ സുഹൃത്തുക്കളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഹൈന്ദവ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം കുറച്ച് പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയോട് ചേരാനായിട്ട് ഏറെ കാത്തിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം തന്നെയായിരിക്കും നമ്മൾ ആദ്യം ഏറ്റെടുക്കുക. പിന്നീട് അവർക്ക് മുഴുവനായിട്ടും ബംഗ്ലാദേശ് ഏറ്റെടുത്താലും പ്രശ്നമില്ല എന്നുള്ളത്. അതെ, അവിടുത്തെ ജനങ്ങൾക്ക് ദാരിദ്ര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ചിറ്റഗോങ് ആദ്യം പിടിച്ചെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇതുവഴി കൊടുക്കുന്നുണ്ട്.